ഹലോ ഫ്രണ്ട്സ്, യു കെയിലെ ഹെൽത്ത് കെയർ സെക്ടറുകളിൽ, അതായത് NHS ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ഉൾപ്പെടെയുള്ള നേഴ്സസിന് ഈ ഒരു സാലറി കൂട്ടിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഉള്ള ഒരു അരിയസ് കിട്ടി കഴിഞ്ഞ മാസം കൈ നിറയെ സാലറിയൊക്കെ വാങ്ങിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണിത്. നമുക്കറിയാം, ഇവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2% താഴേക്ക് വന്നിരിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ നോക്കുമ്പോൾ സാധനങ്ങളുടെ വിലയൊന്നും ഇതുവരെ ഒന്നും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എത്ര പൈസ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നതിലൊരു ഭീതിയില്ല. റെൻറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഇപ്പോഴും കൂടുന്നുമുണ്ട്. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ചിലവും അതുപോലെ തന്നെ വരവും തമ്മിലുള്ള ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ബിഗ് സീറോയാണ്. എന്നിരുന്നാലും യു കെയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടറുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം കുറച്ചുകൂടി അവരുടെ ജീവിത രീതി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് എല്ലാവരും പൊതുവെ പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം ടാക്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴത്തെ സാലറിയിൽ കുറച്ച് നല്ല വർധനവുണ്ടായിട്ടുണ്ട്. നമ്മുടെ പുതിയ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും തമ്മിലുള്ള ഒരു താരതമ്യമാണ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യു കെയിലെത്തിയ NHS ഹോസ്പിറ്റലുകളൊക്കെ ജോലി ചെയ്യുന്ന ഈ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും നേഴ്സ് ആണെന്നുണ്ടെങ്കിലും മറ്റു വിവിധ തസ്തികകളിലെത്തിയിട്ടുള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും വലിയ കുഴപ്പമില്ലാത്ത ഒരു സാലറി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഡെയിലി ഗ്രോസറി ആണെന്നുണ്ടെങ്കിലും മറ്റ് നമ്മളുടെ ഈ ഒരു യൂട്ടിലിറ്റി ബിൽസുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും കൗൺസിൽ ടാക്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ എപ്പോഴും കൂടി വരുന്നുണ്ട്. എന്നിരുന്നാലും നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 24,000 സംതിങ് ഒക്കെ ആയിരുന്നു ഒരു 2-3 വർഷം മുമ്പ് വരെ ഇവിടുത്തെ ഒരു നേഴ്സിന് ലഭിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് അത് കൂടി ഇപ്പോഴേ 29,000 ഒരു 30,000 ഒരു നേഴ്സിൻ്റെ ആവറേജ് സാലറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബാൻഡ് 5 നേഴ്സ് ഒരു NHS ഹോസ്പിറ്റലിൽ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞാൽ 29,770 പൗണ്ടാണ്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ പലരും പറയും ഇതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുമെന്ന്. നമുക്കറിയാം, അതൊന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. ഈ ഒരു രാജ്യത്തേക്ക് നമ്മൾ വരുമ്പോഴും നമുക്കറിയാം ടാക്സ് കട്ട് ചെയ്യും, നാഷണൽ ഇൻഷുറൻസ് കട്ട് ചെയ്യും, ഇതൊക്കെ കട്ട് ചെയ്യുന്നത് നമുക്കറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിനെ കുറ്റം കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് യാതൊരു പ്രയോജനവുമില്ലാത്തൊരു കാര്യമാണ്. ഈ ഒരു 29,770 36,483 പൗണ്ടാണ് ഒരു ബാൻഡ് 5 നേഴ്സിൻ്റെ സാലറി. അതായത് ബാൻഡ് 5 ടോപ്പ് ബാൻഡ് 5ലേക്ക് വരുമ്പോൾ അവർക്ക് 36,483 പൗണ്ടായിരിക്കും അവർക്ക് കിട്ടുന്നത്. ഒരു 2 വർഷം കഴിയുമ്പോൾ, അതായത് നമ്മൾ ഒരു ബാൻഡ് 5 നേഴ്സായി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മിക്കവാറുമുള്ള ആൾക്കാരെല്ലാം തന്നെ അവർ ഒരു 2 വർഷം ഇപ്പോഴേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,234 പൗണ്ടാണ്. അതായത് നമ്മൾക്ക് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മളുടെ സാലറി ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻക്രീസ് ആകും. ഒരു ബാൻഡ് 6ലേക്ക് കയറുമ്പോഴേക്ക് 37,339 പൗണ്ടായിരിക്കും അവർക്ക് കിട്ടുന്ന ഒരു സ്റ്റാർട്ടിങ് സാലറി. പറഞ്ഞാൽ ഒരു ബാൻഡ് 6ൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ആ ഒരു സാലറി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി ഇപ്പോൾ നിങ്ങളൊരു ബാൻഡ് 5 നേഴ്സ് സ്റ്റാർട്ടിങ് ആണ്, നിങ്ങൾ 1.5 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ 2.5 വർഷം 3 വർഷമായി അല്ലെങ്കിൽ 4 വർഷമായി, ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു NHSൻ്റെ പേ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ഒരു സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാനത് കാണിച്ചു തരാം. എന്തായാലും യു കെയിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു NHS ഹോസ്പിറ്റലുകളിൽ നമുക്കറിയാം, ഒരു നേഴ്സിംഗ് ഹോമുകളിലൊക്കെ വന്നിട്ടുള്ള നേഴ്സസ് ചിലപ്പോൾ ഇതിനേക്കാട്ടിലും കൂടുതലായിരിക്കും സാലറി ലഭിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ്, എത്രയാണ് കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതൊരു പൊസിഷനാണ് നിൽക്കുന്നത്, നിങ്ങളിപ്പോൾ ബാൻഡ് 6 ആയോ അല്ലെങ്കിൽ ബാൻഡ് 7 ആയോ, ആ ബാൻഡ് 7 ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര സാലറിയാണ് ഇപ്പോൾ കിട്ടുന്നത്, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു NHS പേ കാൽക്കുലേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു യു കെയിലേക്ക് വന്നിട്ടുള്ള ഒരു NHSലേക്ക് ഒരു നേഴ്സായിട്ട് ഒരാൾ വന്നു, അവരെ ഡിപ്പെൻഡൻ്റായിട്ട് വന്നിരിക്കുന്ന ഒരാൾ ഒന്നുകിൽ ഇവിടെ ഏതെങ്കിലും ഫാക്ടറികളിലോ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലുകളിലോ നേഴ്സിംഗ് ഹോമുകളിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരൊരു ആവറേജ് ഏൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കുറ്റം പറയുമ്പോഴും നമ്മളെപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഈ കിട്ടുന്ന ഒന്നിനും തികയത്തില്ല, കാരണം ഇതെല്ലാം ടാക്സും അതെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നത് അതൊരു ശരിയായ കാര്യമാണ്. പക്ഷേങ്കിൽ എന്നിരുന്നാലും ഈ ഒരു NHS ഹോസ്പിറ്റലുകളിലേക്ക് വന്ന ഒരു നേഴ്സിൻ്റെ ഫാമിലി ആണെങ്കിൽ പോലും അവരിവിടെ വന്നു കഴിഞ്ഞ് ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും എല്ലാവരും തന്നെ ഇപ്പോഴും വീട് വാങ്ങണം. നമുക്കൊരു വീടൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3-3.5 ലക്ഷം രൂപയാണ് ഒരു 3 ബെഡ്റൂം വീടൊക്കെ ഒരു ആവറേജ് സ്ഥലത്ത്. ഞാൻ ലണ്ടനിലെയോ അല്ലെങ്കിൽ കേംബ്രിഡ്ജിലെയോ കാര്യമല്ല പറഞ്ഞത്,
ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും 3-3.5 ലക്ഷം പൗണ്ടാണ് ഇപ്പോഴൊരു 3 ബെഡ്റൂമിന് ഇപ്പോഴാവുന്നത്. എങ്ങനെയായാലും നമ്മളൊരു 10% ഇടണമെന്നുണ്ടെങ്കിൽ ഒരു 35,000, പിന്നെ എല്ലാം കൂടെ ഒരു 40 മേളിൽ എങ്ങനെയായാലും പോയി ഒരു 40,000 പൗണ്ട് ഇവർ ഏൺ ചെയ്തിട്ടാണ്. ഇപ്പം തിരിച്ചും മറിച്ചും അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ മേടിച്ചിട്ടായിരിക്കും കുറച്ച്. എന്നിരുന്നാലും നമ്മളൊരു 3 വർഷം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പണം നമ്മൾ സേവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറ്റം പറയുമ്പോഴും ഈ ഒരു NHS ഹോസ്പിറ്റലുകളിലേക്ക് അല്ലെങ്കിൽ നേഴ്സായിട്ടൊക്കെ വന്നിട്ടുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പരിങ്ങലിലല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം മിക്കവാറുമുള്ള എല്ലാ ആൾക്കാരും ഈ പുതുതായിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 4 വർഷമൊക്കെ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഇപ്പോൾ അവർ സ്വന്തമായിട്ട് വീട് മേടിച്ചിട്ട് ഇവിടെ സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു NHS പേ കാൽക്കുലേറ്ററിലേക്ക് പോകാം. ഈ കിട്ടുന്ന സാലറി നമുക്ക് എത്രമാത്രം നമ്മളുടെ ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബാൻഡ് 5 നേഴ്സ് ആണെങ്കിലും ഒരു ബാൻഡ് 6 നേഴ്സ് ആണെങ്കിലും ബാൻഡ് 7 നേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എത്ര സാലറി കിട്ടുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു കാൽക്കുലേറ്റർ വെച്ച് നോക്കിയിട്ട് നമുക്കൊന്ന് കണക്ക് നോക്കാം. നമ്മൾ NHS പേ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ യുവർ NHS ബാൻഡ് ഇത് നമ്മളിങ്ങനെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഈ ബാൻഡ് 1 തൊട്ട് ബാൻഡ് 2, ബാൻഡ് 3, ബാൻഡ് 4, ബാൻഡ് 5, 6, 7, 8 ഇങ്ങനെ നമ്മൾ എവിടേക്കാണോ അവിടെ കൊണ്ടുപോയി. ഇപ്പോൾ നമ്മളൊരു ബാൻഡ് 5 നേഴ്സാണ്. ബാൻഡ് 5 നേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാലറി 29,969 പൗണ്ട് പെർ ആനമാണ്. നമ്മൾ ജസ്റ്റ് കയറുമ്പോൾ അവർ ഒരു 2 ഇയർ കഴിയുമ്പോഴത്തേക്ക് അവരുടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32,324 പൗണ്ട് ആവും. ഇനിയിപ്പോൾ അവർ ഒരു 5 ഇയറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് 36,483 പൗണ്ടാണ് അവർക്ക് കിട്ടുന്നത്. അവരൊരു 8 ഇയേഴ്സിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു സാലറി പിന്നീട് മാറില്ല. കാരണം അവർ ടോപ്പ് ബാൻഡ് 5ലേക്ക് വരും. ഇനി അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ബാൻഡ് 6ലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സാലറിയാണ് 37,339. ബാൻഡ് 6ലേക്ക് വരുമ്പോൾ അവരുടെ സാലറി എന്ന് പറയുന്നത് 44,962 ആണ്. ഇനിയിപ്പോൾ ഒരു ബാൻഡ് 5 നേഴ്സായിട്ട് നമുക്ക് കിട്ടുന്ന ടോട്ടൽ സാലറി അല്ലെങ്കിൽ നമുക്ക് ബിഗിനിങ്ങിൽ കിട്ടുന്ന ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നേഴ്സാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറി എന്ന് പറഞ്ഞാൽ 29,969 ആണ്. അതിൻ്റെ ഒരു ബ്രേക്കപ്പ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഗ്രോസ് പേ കിട്ടുന്നത് നമുക്ക് 29,969. ഇത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതല്ല, നമുക്ക് ടോട്ടൽ നമ്മളുടെ ഏണിംഗ് ആണ്, കട്ടിങ്ങിന് മുമ്പുള്ള ഗ്രോസ്. അപ്പോൾ അതിൽ കട്ടിങ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ 8.3 ആണ് വരുന്നത്. ഏകദേശം ഒരു 207 പൗണ്ട് 29 പെൻസാണ് മന്ത്ലി വരുന്നത്. ഇനി ഇൻകം ടാക്സ് വരുമ്പോഴത്തേക്ക് ഒരു 248 പൗണ്ട് 53 പെൻസ് പോകും. ബേസിക് റേറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, ഈ 20%. ഹൈ റേറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല, കാരണം 50,000 മുകളിലല്ല നമ്മുടെ സാലറി. അപ്പോൾ അതുകൊണ്ട് ആ ഹൈ റേറ്റിലേക്ക് പോകുന്നില്ല. ഇനി 50,000 മുകളിലുള്ളവർക്കാണെങ്കിൽ 40% ആയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. പിന്നെ നാഷണൽ ഇൻഷുറൻസ് വരുമ്പോൾ 115 പൗണ്ട് കട്ട് ചെയ്യും മന്ത്ലി. അപ്പോൾ ഇത്രയും ബ്രേക്കപ്പാണ്. അപ്പോൾ ആ ബ്രേക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സാലറിയിൽ നിന്ന് എത്രയാണ് ഡിഡക്റ്റ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെയൊക്കെ തന്നെ നമ്മൾ ഇപ്പോഴും ഗ്രോസറി ഷോപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ചിലവുകൾ അതെല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും നമ്മൾ ഏൺ ചെയ്യുന്നത് എത്ര, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില എത്ര, നമ്മൾ ബാക്കി എത്ര നമുക്കിങ്ങനെ മാറ്റി വെക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കാം. നമ്മൾ രാവിലെ ഇന്ന് ടെസ്കോയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ സാധനങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലക്കുറവൊന്നും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം മിക്കവാറും ഓരോരോ സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് 2% ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോഴും സാധനങ്ങളുടെ വിലയിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പെട്രോൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിലകളെല്ലാം തന്നെ ഓരോ ദിവസവും കൂടിക്കൂടി പോകുന്ന കാഴ്ചകളാണ് ഇപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പണ്ട് ബനാനയൊക്കെ മേടിക്കുമ്പോൾ 70 പെൻസ് കിടന്ന ഇപ്പോഴും 90 പെൻസായി. ഏകദേശം ഒരു 96 വരെ ആയത് ഇച്ചിരി ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ടെസ്കോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു ക്ലബ് കാർഡ് ഉണ്ടായതുകൊണ്ട് ഓഫറുകൾ കിട്ടാറുണ്ട്. കുക്കുംബറിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 90p എബോവ് ആയിട്ടുണ്ട്. അതേപോലെയൊക്കെ തന്നെ നമ്മൾ ടൊമാറ്റോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് 150pയുടേതാണ്. അങ്ങനെ നോക്കുമ്പോൾ ടെസ്കോയിൽ എനിക്കൊന്ന് കുറച്ചുകൂടി ഇപ്പോഴും നമുക്ക് ഷോപ്പ് ചെയ്യാൻ കുറച്ചുകൂടെ ലാഭമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ടെസ്കോ ക്ലബ് കാർഡൊക്കെ ഉണ്ടായിട്ട് കുറച്ച് ഓഫറുകളൊക്കെ വരുന്നുണ്ട്, കുറച്ചുകൂടി നമുക്ക് ലാഭമുണ്ട്. എന്നിരുന്നാലും ഒരു ക്യാബേജിൻ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ക്യാബേജിനൊക്കെ 80 പെൻസാണ് ഇപ്പോഴും ഇവിടുത്തെ വില. സാധനങ്ങളുടെ വില വലിയ രീതിയിൽ ഒരു കാരണവശാലും
ഒരു സൂപ്പർ മാർക്കറ്റിലും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. ഇതുണ്ടല്ലോ, നമ്മൾ ഈ നൂഡിൽ എന്ന് പറഞ്ഞാൽ 1 പൗണ്ട് വരെ വന്നു. ഇപ്പോൾ അത് 80 പെൻസിലേക്ക്, അത് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് 80 പെൻസിലേക്ക് വന്നു. ഈ ഒരു യോഗറ്റ് കണ്ടില്ലേ, 35 പെൻസായിരുന്നു, അത് 50 പെൻസിലേക്ക് ഇപ്പോഴും പോയിട്ടുണ്ട്. എല്ലാ കടകളിലും 35 പെൻസായിരുന്നു, ഇപ്പോൾ ടെസ്കോയിൽ അത് 50p. ഒറ്റയടിക്ക് 15p ആണ് കൂടിയത്. പാലിൻ്റെ വില നമുക്ക് പറയേണ്ട കാര്യമില്ല. ഒരു 6 പൈൻറ്റ് പാലിന് ഇപ്പോഴേ 2 പൗണ്ട് 15p ആണ്. 1.70 കിടന്ന പാലാണത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഏത് കടകളിൽ ചെന്നാലും ഒരിക്കലും വില വലിയ രീതിയിൽ കൂടാത്തൊരു സാധനമാണ് ഈ പറഞ്ഞ കള്ള് സെക്ഷന്. ഇപ്പോൾ അവിടെ ജാക്ക് ഡാനിയലൊക്കെ വെച്ചേക്കുന്നത് കണ്ടില്ലേ, 35 പൗണ്ടിനായത് 25 പൗണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോഴേ വന്നിട്ടുള്ള ആൾക്കാർക്ക് വലിയ രീതിയിലൊന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിലും ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് സുഖമായിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ജീവിച്ച് കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് നല്ല രീതിയിൽ ജീവിച്ച് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരാണ് യു കെയിലേക്ക് വരാനായിട്ട് കാത്തിരിക്കുന്നത്. കാരണം ഇൻ്റർവ്യൂകളൊന്നും തന്നെ നടക്കുന്നില്ല. OET IELTS അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ തുകയൊക്കെ ചിലവാക്കി പഠിച്ച് പരീക്ഷ പാസ്സായിട്ട് അവരുടെ 2 വർഷമൊക്കെ കഴിയാൻ പോകുന്ന കുറേ ആൾക്കാർ നമ്മളെ ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും വഴിയിൽ ഏതെങ്കിലും ഏജൻസികളുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുത്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും യു കെയിലേക്ക് വന്നത്. നമ്മളറിയാം, ഇഷ്ടം പോലെ ആൾക്കാർ യു കെയിലേക്ക് വന്ന ഒരു സമയത്ത് ഈ യു കെയിലേക്ക് എന്തിന് വന്നത്, യു കെയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. ഇവിടെ വന്നിട്ടുള്ള ധാരാളം ആൾക്കാരാണെങ്കിൽ ഓസ്ട്രേലിയയിലേക്കൊക്കെ പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ആൾക്കാരെ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും യു കെയിലേക്കൊന്ന് വരാനായിട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരാണ് നമുക്ക് ഡെയിലി നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് തന്നെ പുതിയ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ തുടങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.